ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ബ്ലീച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ബ്ലീച്ചാണ്. നിങ്ങൾക്ക് ഇത് എന്ന് പറയുന്നത് മാസത്തിൽ 2 പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. മുഖത്തുള്ള രോമത്തിൻ്റെ കളറ് ചേഞ്ച് ആക്കി എടുക്കാനും മുഖത്തുള്ള കറുത്ത പാട് കരുവാളിപ്പ് കംപ്ലീറ്റ് മാറാനും സഹായിക്കുന്ന, അതുപോലെ തന്നെ ഒറ്റ യൂസിൽ അതായത് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ബ്ലീച്ചാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ മാസത്തിൽ 2 പ്രാവശ്യം മാത്രം ഉപയോഗിച്ചാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ബ്ലീച്ച് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ, വളരെ നല്ലതുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. ഒരു ലെമൺ സൈസുള്ള പുളി നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ നല്ല കട്ടിക്കുള്ള പുളിവെള്ളം നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു പുളിവെള്ളം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം വേണം. അപ്പോൾ കട്ടിയുള്ള പുളിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണ നല്ല വെള്ളം പോലെയുള്ള എടുക്കരുത്, നല്ല കട്ടി വേണം പുളിവെള്ളത്തിന്. അപ്പോൾ ഒരു ലെമൺ സൈസുള്ള പുളി എടുത്തിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ നല്ല കട്ടിക്കുള്ള പുളിവെള്ളം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം പുളിവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഈ പുളി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ബ്ലീച്ച് ചെയ്യാൻ വളരെ നല്ല സാധനമാണ്. ഈ രോമങ്ങളെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ കളർ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ തന്നെ എടുക്കുക, അതിന് പകരമായിട്ട് അരിപ്പൊടി എടുക്കാവോ അതെടുക്കാവോ എന്നെല്ലാം ചോദിക്കാറുണ്ട്. കോൺഫ്ലോർ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെങ്കിൽ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനി അതില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം. പാക്കറ്റിലുള്ള മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പച്ച മഞ്ഞൾ അരച്ചതുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യുക, അതും ബെസ്റ്റ് റിസൾട്ടാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലവറിൻ്റെ പകരം നിങ്ങൾ കോൺഫ്ലവർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അതിനാണ് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാകുക. അത് ഒട്ടും എടുക്കാനില്ല വാങ്ങാൻ പറ്റില്ല എന്നുള്ളവർ മാത്രം നിങ്ങൾക്ക് ഗോതമ്പിൻ്റെ പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എൻ്റെ കൈ നന്നായി കഴുകിയെടുത്തതിന് ശേഷം കയ്യിൽ അപ്ലൈ ചെയ്തിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ രോമങ്ങൾ കളറ് ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, വെയിൽ കൊണ്ടിട്ട് കറുത്തുപോയ മുഖം ഉണ്ടാവും, അതായത് വെയിൽ കൊണ്ടിട്ട് കരുവാളിച്ച മുഖം പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ബ്ലീച്ചാണിത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത ബ്ലീച്ച് ഇവിടെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സാധാരണ പൈപ്പ് വാട്ടറാണ് കേട്ടോ, തണുത്ത വെള്ളം വേണം ചൂടുവെള്ളം വേണം അങ്ങനെയൊന്നും ഇല്ല. അത് നമ്മൾ മസാജ് ചെയ്തിട്ട് വേണം റിമൂവ് ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല സോഫ്റ്റ് മസാജ് ചെയ്യുക. ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് തന്നെ ഈ പുളി എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായി കഴുകി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ എന്താ പറയുക, നമ്മളിത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ബ്ലീച്ച് അല്ല. ഇപ്പോൾ ഈ ഒരു ഗ്ലോ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് നമ്മളെ മുഖത്ത് വന്നിരിക്കുന്ന എന്താ പറയുക ഡള്ളായിരിക്കുന്ന ഫേസെല്ലാം പെട്ടെന്നൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇൻസ്റ്റൻറ്റ് ബ്ലീച്ചാണിത്. അതായത് ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ബ്ലീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്. ഞാൻ വാക്ക് തരികയാണ്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. മുഖം നല്ല സോഫ്റ്റ് ആവും, മുഖം നല്ല കളറ് വരും. പിന്നെ ഇത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമല്ല, വീക്കിലി ഒറ്റ പ്രാവശ്യം മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അതായത് മന്ത്ലി ഒരു 2 ടൈംസ് അത്ര മാത്രമേ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മുഖത്തുള്ള രോമങ്ങളുടെ കളറ് ചേഞ്ച് ആക്കി എടുക്കാനെല്ലാം വളരെ സഹായിക്കുന്ന ബ്ലീച്ചാണ്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള പാർട്ടികളിൽ പോകുന്ന സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ മേക്കപ്പ് ഇടുക എന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഗ്ലോ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.